മിന്നു ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തിയ ആദ്യ താരം മിന്നു മണി എന്ന് പറയുന്ന പേര് ഒരുപക്ഷെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്, ഒരു ചരിത്രം വരുന്നത് എന്നൊക്കെ തരത്തിലാണ് പലയിടത്തും എഴുതി കണ്ടിരിക്കുന്നത്. മിന്നുവിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി വിട്ടു പോകുന്നില്ല, ഒരിക്കൽ കൂടി ഡൽഹിയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതെ അതെ തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ഞെട്ടിച്ചു. കാരണം ആദ്യ റൗണ്ടിൽ അൺസോൾഡായി. പിന്നീട് ഞാനതെങ്ങനെ പറയാ എന്ന് പറഞ്ഞ് ഞാനൊന്ന് മടിച്ചു നിന്നാണ്. അത് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഓപ്ഷൻ നടന്നു പോകുന്ന ടൈമിലിപ്പോൾ എൻ്റെ അതേ ഇപ്പോൾ ഞാൻ ഓൾറൗണ്ടറുള്ള കാറ്റഗറിയിൽ വരുന്ന ആളാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് എന്നെ മാത്രമായിരിക്കില്ല ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രാഞ്ചൈസി കണ്ടുവെക്കുക. അവർക്ക് ചിലപ്പം വേറെയും എൻ്റെ അതേ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന വേറെയും പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വിട്ടുപോവാം, ചിലപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കാം, ഒന്നും സംഭവിക്കാം. നമുക്ക് ഓപ്ഷൻ്റെ ടൈമിലായത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അൺസോൾഡ് ആയ ഒരു സമയത്ത് ശരിക്കും ഞാൻ ഓക്കെ എന്തായാലും ഇല്ല എന്നുള്ളൊരു രീതിയിൽ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവസാന റൗണ്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ഞെട്ടിച്ചു. അതെ, ടീമിനൊപ്പം കഴിഞ്ഞ തവണയൊക്കെ ഡൽഹിക്ക് കപ്പിനും ചുണ്ടനിടയിൽ കിരീടം നഷ്ടപ്പെട്ടതാണ്. ഇത്തവണ രണ്ടുപേരെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഇത്തവണ നമ്മൾ ഒരുങ്ങി ഇറങ്ങി തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ, നമ്മൾ എന്താ പറയുക, ഏത് ടൂർണമെൻ്റ് ആണെങ്കിലും മാച്ച് ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം കപ്പാണല്ലോ. അപ്പോൾ അത് തന്നെ.